അളിയാ എന്തായി സുക്കൂറെ പോയ കാര്യം? ഒരുവിധം കേരളത്തിലെ എല്ലാ അവാർഡ് സംഘടനകളെയും കണ്ടു. എല്ലാരും ഇപ്പളെ ആർക്ക് അവാർഡ് കൊടുക്കണം എന്നുള്ള ഫിക്സ് ചെയ്തിരിക്കാത്തതാ. ഞാൻ കാല് പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ എന്താ കാട്ടു സുക്കൂറെ? ആരൊക്കെ കൈവിടിഞ്ഞാലും ഷുക്കൂറില്ല അളിയാ. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? അതാണ് നമ്മളെ പേടി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണത്? അളിയൻ അപ്പം തന്നാ പോരെ, കുഴി എണ്ണണോ? ഓ അതല്ല താത്ത. അതായത് ഞാൻ എന്റെ കമ്പനിക്കാരെ വെച്ച് ഒരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യും. ആ സംഘടന വർഷാവർഷത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് അവാർഡ് കൊടുക്കും. സംഘടനയുടെ ആദ്യത്തെ അവാർഡ് ആർക്കാ? അളിയന്. എങ്ങനെയുണ്ട് ഐഡിയ? സുക്കൂറെ അന്റെ ബുദ്ധി അപാര. ഈ അവാർഡിന് ആരെയും കാലും പിടിക്കണ്ട, 100% ഉറപ്പുമാണ്. അളിയ അങ്ങനെ ഞാൻ അവാർഡ് തന്ന എനിക്കെന്താ നേട്ടം? അന്റെ അളിയനല്ലേ ഈ അവാർഡ് കൊടുക്കണേ? അതിനേക്കാളും വലിയ നേട്ടം വേറെ എന്തെങ്കിലും ഉണ്ടോ? ആഹാ, അവാർഡിൽ അളിയൻ ഇല്ലെത്താത്ത കുടുംബത്തിലെ അളിയനുള്ളൂ. അനക്കെന്താ മാണ്ടിയേ? അവാർഡ്. എനിക്കും അവാർഡോ? അതാര് കൊടുക്കാനാ? ആര് തരണ്ടേ? അളിയേ. ഞാനോ? അതെ, അളിയൻ തന്നെ. അളിയനും സുശീലനും വേറെ കുറച്ച് ആൾക്കാരും കൂടി ഇവിടെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ അവാർഡ് എനിക്ക് തരണം. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് അവാർഡ് കിട്ടും, ഒരു നഷ്ടവും. അന്റെ ബുദ്ധി അപാരം തന്നെ മോനെ. നോക്കീന്നേ, ഇഞ്ച കൈവ് മുഴുവനും കിട്ടിയിക്കണ്. സുക്കൂറെ അപ്പൊ ഞമ്മളെ അവാർഡ് അനക്കൂ, അന്റെ അവാർഡ് ഞമ്മക്കൂ. ആരും അറിയാനും പോകുന്നില്ല. അല്ല സുക്കൂറെ, നമ്മൾ വേറൊരു ഐഡിയ പറയട്ടെ. അടുത്തേ നമ്മൾ അവാർഡ് അന്റെ കെട്ടോള് നസീമക്ക് കൊടുക്കണേ. അന്നപ്പോ അടുത്ത അവാർഡ് ഞമ്മക്ക് തരൂലേ? അതുറപ്പല്ല താത്ത. എനിക്ക് തരൂ. കോറികളിലേക്കുള്ള ടിപ്പർ സർവീസ് പഞ്ചായത്ത് റോഡുകൾ തകർക്കുന്നു. അതിനാദ്യം റോഡ് നല്ലോണം ഉണ്ടാക്കണം. ടിപ്പർ ലോറിക്കാരും കുറച്ച് ശ്രദ്ധിക്കണം. അല്ല പിന്നെ മദ്യനിരോധന തീരുമാനം അട്ടിമറിക്കുന്നതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണം. ഇയ്യഞ്ചേരി പിന്നെ ഓൽക്കന്നെ ഒരു തീരുമാനമല്ല, പിന്നാണ് ബാക്കിയുള്ളവർ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്. ഹലോ മുസക്കായേ, മുസക്കായി ഓടി വരി. താങ്കൾ പത്രത്തിൽ വന്നിക്കണേ. വായിക്കുന്നല്ലേ? നമ്മള് വായിക്കും, ഉമ്മച്ചി വായിക്കും. ഞാനല്ല എത്ര നേരം പത്രം വായിച്ചങ്ങളല്ലോ. വായിക്കും. നരിക്കുനി സ്മരണ ക്ലബിന്റെ അവാർഡിനി MIT മൂസയും വേങ്ങേര് ഒരുമ സാംസ്കാരിക കൂട്ടായ്മയുടെ അവാർഡ് സുക്കൂറിനും ലഭിച്ചു. കയ്യടിക്ക്. മൂസയ്ക്ക് മികച്ച ഉപദേശകനുള്ള അവാർഡാണ് ലഭിച്ചത്. സുക്കൂറിനെ മികച്ച സത്യസന്ധനായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉപദേശവും സത്യസന്ധനും നല്ല അവാർഡ്. ഫോട്ടോ അടിപൊളി. എന്തായാലും മീൻകാരനാണെന്ന് ആരും പറയില്ല. ഉപ്പച്ചിലൂടെ എന്തായാലും ഫേമസ് ആവും. അടുത്ത കൊല്ലത്ത് അവാർഡിക്ക് കിട്ടിയിട്ടില്ലെങ്കിലുണ്ടല്ലോ ഈ അവാർഡിന്റെ കള്ളക്കളി മുഴുവൻ നമ്മൾ വെളിച്ചത്താക്കൂ. അടുത്ത അനക്കാണ് പത്തോ അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചിക്കണ്. എപ്പോ? ഇപ്പോ. ഉപ്പച്ചേ 1000 രൂപയോടെ. അനക്കെന്തിനാ 1000 രൂപ? ഉപ്പച്ചിക്ക് അവാർഡ് കിട്ടിയത് അറിഞ്ഞു നാട്ടുകാരും ചാനലുകാരൊക്കെ ഇവിടെ വരുമല്ലോ. അപ്പൊ എനിക്ക് ഇത്താത്തക്ക് ഒരു അവാർഡ് ഇല്ലെങ്കിൽ അത് നാണക്കടല്ലേ? അതിന് 1000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താക്കാൻ പോവുക? ടൗണിൽ പോയിട്ട് 4-5 ട്രോഫിയും ഷീൽഡൊക്കെ വാങ്ങണം. ഷോക്കേസിൽ നിരത്തി വെക്കാലോ. റിസ്വാനെ ഞാനുണ്ട്. ഇല്ലെങ്കിൽ എന്റെ അവാർഡ് കുറച്ചളയും. ഉപ്പച്ചി എനിക്ക് വേണം 1000 രൂപ. 2000 രൂപയോ? മൂസകൈങ്ങൾ കൊടുക്കി. പണം പോയിട്ട് പവർ വരട്ടെ. ഞമ്മളെ കുട്ടികള് മോശമല്ലാന്ന് നാട്ടുകാർ കാട്ടി. നല്ലേ ഉപ്പാന്റെ പച്ച ഷർട്ട് ഇല്ലേ, അതിന്റെ കിശലിന്റെ പൈസ 2000 രൂപ എടുത്തോ. 2000 എടുക്കാവൂട്ടോ. ഇത് കേട്ടാത്തൊന്നും ലക്ഷങ്ങൾ ഞങ്ങളെ കീസയിൽ. ഹൈസ് നിങ്ങൾ എന്ത് കുത്തിരിക്കണേ? എന്താ പത്തോ ഞമ്മള് കുത്തിരിക്കണേന്? നിങ്ങളിപ്പോ വെറും MIT മൂസ മാത്രല്ല, അവാർഡ് മൂസയെ കൂടിയാ. അത് നമ്മളോട് മറന്നുപോയി. അന്നപ്പോ ഡീസന്റ് ആയിട്ട് നിക്കി. ചിരിക്കല്ലേ? ഗൗരവം വരട്ടെ മോത്തക്ക്. കുറച്ചുകൂടി പിടിക്ക്. അച്യുതാനന്ദന്റെ മാരിയാട്ടെ. ഇനി 30 ഉറുപ്പ്യന്റെ ബനിയനും ഒക്കെ മാറ്റണം. എന്നിട്ട് മറ്റേ ബുദ്ധിജീവികൾ വാങ്ങിയിടുന്ന ജുംബ വാങ്ങിയിടി. ജുംബയോ? ബുദ്ധിജീവികൾ ഇടുന്ന കുപ്പായോ? അത് തന്നെ. നാട്ടുകാർ കാണുമ്പോ തന്നെ വിചാരിക്കണോ ഒരു അവാർഡ് ചെയ്താ വാണീന്ന്. ചിരിക്കല്ലേ? ആ ശരിയാ പത്തു ഈ പറഞ്ഞേ.
അപ്പൊ നമ്മൾ പോയിട്ട് അവാർഡ് കുപ്പായം വാങ്ങിട്ട് വരാം. കൂട്ടത്തിൽ ഞമ്മക്ക് 2 നൈറ്റും വാങ്ങിക്കോളി. ഞമ്മള് മോശമായില്ല, എങ്ങൾക്ക് അതിന്റെ കുറവ്. നിങ്ങളീ ഇങ്ങനെ ഒന്ന് കളിക്കാൻ നല്ല ഗൗരവത്തിൽ നിക്കി. നീ ചെറുക്കരുത്. ഇല്ല ഇപ്പൊ ജുബി അന്റെ കുപ്പായോ മക്കളെ 2000 ഉറുപ്പ്യയിൽ കൂടി എത്ര ആവുമെന്ന് പഠിച്ചോന്നറിയാം. അടുത്ത കൊല്ലിക്കും വാങ്ങണ ഒരു